അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സൊഫിൽ ഖാമിസ്. 5ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചു വന്നത്. അൽ കെൻസു, നിധി. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേജ് നമ്പർ 60 പ്രവർത്തനമാണ്. നോക്കൂ, നെക്റഉ നമുക്ക് വായിക്കാം, വനക്തുബു നമുക്ക് എഴുതാം. മാതാ തറൗന ഫിസ്സൂറ, പിക്ചറിൽ എന്താണ് കാണുന്നത്? ബാമിയയെ കാണാം, അതുപോലെ തന്നെ യകുത്തീൻ മത്തയെ കാണാം, തൊമാത്തിം തക്കാളിയെ കാണാം, മൗസ് കാണാം, അതുപോലെ തന്നെ ബസലുൻ സവാള കാണാം. ഇവയെക്കുറിച്ചാണ് ഇന്ന് അവയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. നോക്കൂ, ലൗനി അഹ്ലറുൻ, എൻ്റെ കളറ്. അഹ്ലറുൻ പച്ചയാണ്, ഗ്രീനാണ് എൻ്റെ കളറ്. ജിസ്മി എൻ്റെ ശരീരം. തൊവീലുൻ നീണ്ടതും, വനഹീലുൻ മെലിഞ്ഞതുമാണ്. അന ഒനിയത്തുൻ ഞാൻ സമ്പുഷ്ടമാണ്, സമൃദ്ധമാണ്. ബിൽഫിതാമീനാത്ത് വിറ്റാമിനുകളാൽ ഞാൻ സമൃദ്ധമാണ്, വിറ്റാമിനുകളാൽ സമ്പുഷ്ടമാണ് ഞാൻ. യസ്തഹ്ദിമുനി എന്നെ ഉപയോഗിക്കുന്നു. അന്നാസു ജനങ്ങൾ. ദാഇമൻ എല്ലാ ഇപ്പോഴും. ഫിൽ ഇദാമി കറി വെക്കാൻ ജനങ്ങൾ എപ്പോഴും എന്നെ ഉപയോഗിക്കുന്നു. ഇദാം കറി. അന ഞാൻ. മിനൽ ഖൽറാവാത്തി പച്ചക്കറികളിൽ പെട്ടവനാണ് ഞാൻ. അതേപോലെ നോക്കൂ, അടുത്തത് കാണുന്നത് മത്തയാണ്. യകുത്തീൻ ആദ്യത്തേത് ബാമിയ വെണ്ടക്ക. ഇനി അടുത്തത് യകുത്തീൻ മത്തങ്ങ. അതേപോലെ അതിനെക്കുറിച്ച് വിവരിക്കുകയാണ്. ലൗനി എൻ്റെ കളറ്. അസ്ഫറുൻ യെല്ലോ ഞാൻ മഞ്ഞ നിറമാണ് എനിക്ക്, എൻ്റെ നിറം മഞ്ഞയാണ്. ജിസ്മി എൻ്റെ ശരീരം. ദാഇരിയുൻ വൃത്താകൃതിയിലാണ്. വസമീനുൻ തടിച്ചതുമാണ്. അന ഒനിയത്തുൻ ഞാൻ സമ്പുഷ്ടമാണ്. ബിൽഫിതാമീനാത്ത് വിറ്റാമിനുകളാൽ സമ്പുഷ്ടമാണ് ഞാൻ. യസ്തഹ്ദിമുനി എന്നെ ഉപയോഗിക്കുന്നു. അന്നാസു ജനങ്ങൾ. ദാഇമൻ എപ്പോഴും. ഫിൽ ഇദാമി കറികളിൽ എപ്പോഴും കറികളിൽ ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. അന മിനൽ ഖൽറാവാത്തി ഞാൻ വെജിറ്റബിളിൽ പെട്ടതാണ്, ഞാൻ പച്ചക്കറികളിൽ പെട്ടവനാണ്. അടുത്തത് തക്കാളിയാണ്. തക്കാളിയുടെ പിക്ചറാണ്. ലൗനി അഹ്മറുൻ എൻ്റെ കളർ റെഡാണ്, എൻ്റെ നിറം ചുവപ്പാണ്. ജിസ്മി എൻ്റെ ശരീരം. ദാഇരിയുൻ വൃത്തത്തിലുള്ളതും, വജമീലുൻ ഭംഗിയുള്ളതുമാണ്. അന ഒനിയുൻ ഞാൻ സമ്പുഷ്ടമാണ്. ബിൽഫിതാമീനാത്ത് വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ്. യസ്തഹ്ദിമുനിന്നാസു ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ദാഇമൻ ഫിൽ ഇദാമി കറികളിൽ എന്നെ എപ്പോഴും ഉപയോഗിക്കുന്നു. അന ഞാൻ. മിനൽ ഖൽറാവാത്തി പച്ചക്കറികളിൽ പെട്ടവനാണ്. അതുപോലെ പഴത്തെക്കുറിച്ച് എഴുതണം. എങ്ങനെ എഴുതാം? ലൗനി എൻ്റെ കളർ. അസ്ഫറുൻ മഞ്ഞയാണ്. ജിസ്മി എൻ്റെ ശരീരം. തൊവീലുൻ നീളമുള്ളതും, വജമീലുൻ ഭംഗിയുള്ളതുമാണ്. അന ഒനിയുൻ ബിൽഫിതാമീനാത്ത് വൈറ്റമിനുകളാൽ സമൃദ്ധമാണ് ഞാൻ. യസ്തഹ്ദിമുനി അന്നാസു എന്നെ ജനങ്ങൾ ഉപയോഗിക്കുന്നു. ദാഇമൻ ഫിൽ വജബത്തി ഭക്ഷണത്തിൽ എന്നെ ആളുകൾ ഉപയോഗിക്കുന്നു. അന മിനൽ ഫവാക്കിഹി പഴവർഗ്ഗങ്ങളിൽ പെട്ടവനാണ്. ഇനി അടുത്തത് ബസലുൻ ഉള്ളി സവാളയാണ്. ലൗനി എൻ്റെ കളറ്. വർദിയുൻ പിങ്കാണ്. ജിസ്മി എൻ്റെ ശരീരം. ദാഇരിയുൻ വൃത്തത്തിലും, വനാഇമുൻ മിനുസമുള്ളതുമാണ്. അന ഒനിയുൻ ബിൽഫിതാമീനാത്ത് വൈറ്റമിനുകളാൽ സമൃദ്ധമാണ് ഞാൻ. യസ്തഹ്ദിമുനി അന്നാസു ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ദാഇമൻ എപ്പോഴും. ഫിൽ ഇദാമി കറി വെക്കാൻ ഉപയോഗിക്കുന്നു. അന മിനൽ ഖൽറാവാത്തി പച്ചക്കറികളിൽ പെട്ടവനാണ് ഞാൻ. അടുത്ത പ്രവർത്തനം നോക്കാം. നെക്റഉ നമുക്ക് വായിക്കാം. അൽ കലിമാത്തി പദങ്ങളെ വായിക്കാം. വനതഅറഫു നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. അലൽ ഹുറൂഫി ഷംസിയ ഷംസിയായ അക്ഷരങ്ങളെയും, വൽ ഖമരിയ ഖമരിയായിട്ടുള്ള അക്ഷരങ്ങളെയും.
അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. അതിൽ 14 അക്ഷരങ്ങൾ ഹുറൂഫു ഷംസിയയായിട്ടും 14 ഹുറൂഫുൽ ഖമരിയയുമാണ് ഉള്ളത്. ഇവ ഏതൊക്കെയെന്ന് നോക്കാം. ഹുറൂഫു ഷംസിയ, ഹുറൂഫു ഷംസിയയിൽ പെട്ടതാണ് താ, സാ, ദാല്, ദാല്, റാ, സാ, സീന്, ഷീന്, സ്വാദ്, ളാദ്, തോ, ലോ, ലാമ്, നൂന്. ഈ 14 ലെറ്റേഴ്സിൻ്റെയും അക്ഷരങ്ങളുടെയും മുന്നിൽ അലിഫ് ലാം ചേർന്ന് വന്നാൽ അതിലെ ലാമ് ഉച്ചരിക്കുകയില്ല, സൈലൻ്റ് ആയിരിക്കും. ഇവിടെ ഉദാഹരണമായിട്ട് ഷംസിയ എന്ന് എടുക്കാം. ആ ഷംസിയ എന്ന വേർഡിൻ്റെ മുന്നിലായിട്ട് അലിഫ് ലാം ചേർത്തുണ്ടെങ്കിൽ ലാം സൈലൻ്റ് ആയിരിക്കും. അഷംസു, അൽ ഷംസു എന്ന് പറയില്ല, അഷംസു എന്നാണ് വായിക്കുക. അതുപോലെ തന്നെ താ വെച്ച് തുടങ്ങുന്ന ഒരു വേർഡിൻ്റെ മുന്നിൽ അലിഫ് ലാം ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ലാമ് ഉച്ചരിക്കുകയില്ല, സൈലൻ്റ് ആയിരിക്കും. അത്തംറു എന്നാണ് പറയുക, അൽ തംറു എന്ന് ഉച്ചരിക്കുകയില്ല. ദാല് വെച്ച് നോക്കിയാലും അദ്ദൽവു, അൽ ദൽവു എന്ന് പറയില്ല. ഇതിലെ ഏത് ലെറ്റർ വെച്ചുകൊണ്ടും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അലിഫ് ലാം വെച്ച് കൊടുത്താൽ അവിടെ ലാം സൈലൻ്റ് ആയിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് ഹുറൂഫുൽ ഖമരിയ. ഹുറൂഫുൽ ഖമരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഫ് ലാം ചേർക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് അവ രണ്ടും ഉച്ചരിക്കുന്നതായിരിക്കും. നേരെ വിപരീതമാണ്, ഷംസിയയുടെ വിപരീതമാണ് ഹുറൂഫുൽ ഖമരിയ. ഹുറൂഫുൽ ഖമരിയയും 14 ലെറ്റേഴ്സാണുള്ളത്. അലിഫ്, ബാ, ജീമ്, ഹേ, ഖാ, ഫാ, ഖാഫ്, കാഫ്, ഐന്, ഒയിന്, മീമ്, ഹാ, വാവ്, യാ. ഇവ കൊണ്ട് തുടങ്ങുന്ന ഒരു വേർഡിൻ്റെ മുന്നിൽ അലിഫ് ലാം കൊടുത്താൽ അവിടെ രണ്ടും ഉച്ചരിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് കമർ എന്ന വേർഡ്, അവിടെ അലിഫ് ലാം ഫ്രണ്ടിൽ വെച്ച് കൊടുത്താൽ രണ്ടും ഉച്ചരിക്കും, അൽ കമറു. അതുപോലെ അലിഫ് വെച്ചിട്ട് നോക്കൂ, അൽ അർണബു. ബാ വെച്ച് പറയുകയാണെങ്കിൽ അൽ ബാബു. ജീമ് വെച്ചിട്ടാണെങ്കിൽ നോക്കൂ, അൽ ജബലു. രണ്ടും ഉച്ചരിക്കും. ഹെ വെച്ചായാലും അൽ ഹബലു. ഈ പറയുന്ന ലെറ്റേഴ്സിൻ്റെ ഏത് ലെറ്ററിൻ്റെ മുന്നിലും അലിഫ് ലാം വെച്ച് കൊടുത്താൽ അവ രണ്ടും ഉച്ചരിക്കും. ഷംസിയ എന്നാൽ ലാം സൈലൻ്റ് ആയിരിക്കും, അലിഫിനെയാണ് അവിടെ ഉച്ചരിക്കുകയുള്ളൂ ഫസ്റ്റിൽ. അപ്പോൾ ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ ഷത്തിലത്ത് ചെടിയാണ്. അവിടെ അലിഫ് ലാം വെച്ച് കൊടുത്തപ്പോൾ അഷത്തിലത്തു, അഷത്തിലത്തു എന്നാണ് ഉച്ചരിക്കുന്നത്. ലാം അവിടെ സൈലൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഷംസിയയിലാണ് പെടുന്നത്. അടുത്ത വേർഡ് നോക്കൂ, തൊമാത്തിമുൻ, തക്കാളിയാണ്. അതിൻ്റെ മുന്നിൽ അലിഫ് ലാം ചേർത്ത് കൊടുത്തപ്പോൾ അത്തൊമാത്തിമു എന്നാണ് ഉച്ചരിക്കുക, ലാം അവിടെ സൈലൻ്റ് ആണ്. അടുത്ത വേർഡ് വിത്തുകളാണ്, ബുദൂറുൻ എന്നാണ് പറയുക. ഈ ബുദൂർ എന്ന വേർഡിൻ്റെ മുന്നിലായിട്ട് അലിഫ് ലാം ചേർത്തപ്പോൾ രണ്ടും ഉച്ചരിക്കുന്നുണ്ട്, അൽ ബുദൂറു. അത് ഖമരിയയിൽ പെട്ടതാണ്. അത് അടുത്ത വേർഡ് ഫവാക്കിഹുൻ. ഫവാക്കിഹിൻ്റെ മുന്നിൽ അലിഫ് ലാം ചേർത്തപ്പോൾ അൽ ഫവാക്കിഹു, രണ്ടും ഉച്ചരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഖമരിയയിൽ പെട്ടതാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നെഹ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം, മിനന്നസി, പാഠഭാഗത്തിൽ നിന്നും, അൽ കെലിമാത്തി, പദങ്ങളെ, മുമാസല, സമാനമായിട്ടുള്ള മറ്റു പദങ്ങളും ഈ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. ഷംസിയക്കും അതുപോലെ തന്നെ ഖമരിയക്കും ഉദാഹരണങ്ങൾ. ആദ്യ ഭാഗത്ത് നോക്കൂ, ഷംസിയക്ക് ഉദാഹരണം നോക്കാം. ഷംസിയ അലിഫ് ലാം ഉച്ചരിക്കാത്ത, അതിലെ ലാം ഉച്ചരിക്കുകയില്ല. അത്തുല്ലാബു, അൽ തുല്ലാബു എന്ന് പറയില്ല. അതുപോലെ തന്നെ അഷത്തിലാത്തു, ചെടികൾ,
ലാമ് സൈലൻ്റ് ആണ്. അസ്സിറാഇ, അവിടെയും ലാമ് സൈലൻ്റ് ആണ്. അത്തൊമാത്തിമു, അതുപോലെ അസ്സുറൂറു, അത്തുറാബു, ഇവിടെ ലാമ് ഉച്ചരിക്കാത്തതാണ്. ഇവയെല്ലാം ഷംസിയയിൽപ്പെട്ടതാണ്. അടുത്തത് നോക്കൂ, ഖമരിയക്ക് ഉദാഹരണങ്ങൾ നോക്കൂ. അൽ മഇരിലു, അലിഫ് ലാം ഉച്ചരിക്കുന്നുണ്ട്. അൽ ഹകാഇബു, അൽ ബുദൂറു, അൽ ഉറൂഫു, അൽ മൻസിലു, അൽ ഇഅ്ലാനു, ഇവിടെ അലിഫും ലാമും ഉച്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹുറൂഫുൽ ഖമരിയക്ക് ഉദാഹരണങ്ങളാണ്. നിങ്ങൾ വേറെയും ശംസിയായ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾ വേർഡ്സ് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഖമരിയായ അക്ഷരങ്ങൾ ഉപയോഗിച്ചും വേർഡ്സുകൾ നിങ്ങൾ തയ്യാറാക്കി പഠിക്കണം. എക്സാമിന് വരുന്നതാണ്. ലാസ്റ്റായിട്ട് നുമാരിസു, നമുക്ക് പരിശീലിക്കാം. അൽ ഖത്ത്, എഴുത്തിനെ നമുക്ക് പരിശീലിക്കാം. ഇവിടെ അസ്സിറാഅത്തു ഹലാറത്തുന, ഇതേപോലെ നിങ്ങൾ എഴുതി പരിശീലിക്കുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ ഇത് ഉപകാരപ്പെടുന്നതാണ്. ഇതോടുകൂടി 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററും അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.